ആർഷഭാരത സംസ്കാരം എന്ന് കൊട്ടിഘോഷിക്കുന്ന ആ സംസ്കാരം അന്നുണ്ടായിരുന്നില്ലേ? മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം അന്നുണ്ടായിരുന്നില്ലേ? പേർഷ്യൻ മഹാസാമ്രാജ്യത്തിന്റെ വിപ്ലവാത്മകമായ സന്ദേശങ്ങളും സൗഹൃദ വഴികളൊരുക്കിയ സന്ദേശങ്ങളും അന്നുണ്ടായിരുന്നില്ലേ ലോകത്ത്? എന്തേ ഒരിറ്റു വെളിച്ചം അന്ന് ലോകത്തുണ്ടായില്ല എന്ന് തോമസ് കാർലൈനെ പോലത്തെ ചിന്തകന്മാർ അടയാളപ്പെടുത്തിയത്? അവർ ചരിത്രം പഠിച്ചപ്പോൾ അവർ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാണം ആവശ്യമായി വന്നു ലോകത്തിന്. ബൈബിളിനോ ആർഷഭാരത സംസ്കാരത്തിനോ ജൂത മതത്തിനോ ക്രൈസ്തവ മതത്തിനോ ആർഷഭാരത സംസ്കാരങ്ങൾക്കോ ഒരിക്കൽ വെളിച്ചം ലോകത്തിന് സമ്മാനിക്കാൻ സാധിച്ചില്ല എന്നതാണ് അവർ പറയുന്ന യാഥാർത്ഥ്യം. പക്ഷേ കാലം മാറി, കഥ മാറി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദി, തീവ്രവാദി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, തങ്ങളുടെ നാമമുള്ളവരാ. അത് മമ്മൂട്ടിയായാൽ പോലും അതേ അമേരിക്കയുടെ എയർപോർട്ടിൽ വരെ അടിമുടി പരിശോധന നടത്തിയിട്ട് മണിക്കൂറുകൾ നിർത്തിയാണ് അകത്ത് കടത്തിവിടുന്നത്. എന്തേ നാം ഇത്രമാത്രം ഭീകരവാദികളായി മാറിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നാം പഠിക്കണം. പരിശുദ്ധ ഇസ്ലാം നാം വായിക്കണം. ലോകം അത് മനസ്സിലാക്കണം. മതങ്ങളാണ് ഇവിടെ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നായികത്തിന് ആരോട് വട്ടം ചിന്തകന്മാരും സഞ്ചാരികളും, ലോകം സഞ്ചരിക്കുന്നവര് വരെ അവര് പറയുമ്പോ നമ്മളൊക്കെ പെട്ടെന്ന് വിശ്വസിക്കും, സഞ്ചാരിയല്ലേ. അവര് വരെ പറയുന്നു ലോകത്ത് ഏറ്റവും വലിയ മനുഷ്യഹത്യ നടത്തിയത് മതങ്ങളായിരുന്നു, മതാചാര്യന്മാരായിരുന്നു. ഒരിക്കലുമല്ല ബുദ്ധിജീവികളെ എന്ന് അവകാശപ്പെടുന്നവരെ നിങ്ങൾ തിരുത്തിയേ തീരൂ. ദി എക്കണോമിക് ടൈംസ് ന്യൂസ് എന്ന ഇന്ത്യയിൽ നിന്നിറങ്ങുന്ന പത്രം തന്നെ വളരെ വ്യക്തമായി 2023 ഓഗസ്റ്റ് 14 ഇറങ്ങിയ പത്രത്തിൽ കാണാം, 16,50,00,000 മനുഷ്യ മക്കളെ കൊന്നൊതുക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത് ഭരണം സ്ഥാപിച്ചത്. മതം സ്ഥാപിച്ചതല്ല, ഏതെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടാക്കിയതല്ല, ഏതെങ്കിലും നല്ല സന്ദേശങ്ങൾ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ല. അധികാരത്തിലൂടെ തന്നെ സുഖാഡംബര ജീവിതം സുഭിക്ഷമാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ 16 കോടി മനുഷ്യ മക്കളെ കൊന്നൊതുക്കിക്കൊണ്ടാണ് രാജ്യത്ത് ഭരണം സ്ഥാപിച്ചത്. അമേരിക്കക്കാരൻ ഒരു വികൃതി തോന്നിയപ്പോൾ 945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആ വികൃതി ലോകത്ത് വർഷിക്കുകയുണ്ടായി. ഫാറ്റ്മാൻ എന്ന ഏറ്റവും വലിയ നശീകരണ ശേഷിയുള്ള അണുവായുധ ബോംബ് അങ്ങ് വർഷിച്ചതോടുകൂടെ തെക്കൻ ജപ്പാനിലെ തുറമുഖ പ്രദേശമായ നാഗസാക്കി ലോക ചരിത്രത്തിൽ നശീകരണ ഭൂമിയായി മാറിയെന്നല്ല, ഒരൊറ്റ സെക്കൻഡിൽ തന്നെ 40,000 ജീവൻ ഹനിക്കപ്പെട്ടു. ചരിത്രം നാം മറക്കരുത്. എന്നിട്ടും പറയുന്നു മതങ്ങളാണ് ഇവിടെ മനുഷ്യരെ കൊന്നത്, യുദ്ധങ്ങളാണ് ഇവിടെ മതങ്ങൾ സ്ഥാപിച്ചത്. ഒരിക്കലുമല്ല. ലോകത്തൊരുപാട് ജനങ്ങളെ കൊന്നവരുണ്ട്. ആധുനിക അമേരിക്ക സ്ഥാപിക്കാൻ വേണ്ടി യൂറോപ്യർ 16 കോടി ജനങ്ങളെ കൊന്നിട്ടുണ്ട്. റഷ്യൻ വിപ്ലവം നടന്നപ്പോൾ അതേ കമ്മ്യൂണിസ്റ്റുകാർക്കും അനുകൂലികൾക്കുമെതിരെ റഷ്യൻ പട ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നിട്ടുണ്ട്. ഹിരോഷിമ പ്രദേശത്ത് ബോംബ് വർഷിച്ചപ്പോൾ അക്കാലഘട്ടത്തിൽ തന്നെ 3 ലക്ഷം പേരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും മതം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നില്ല, ധാർമ്മികതയുണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല, ഇവരൊന്നും മതാചാര്യന്മാരുമായിരുന്നില്ല. നമുക്ക് അവരോട് ചോദിക്കാം, മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്ത് 81 യുദ്ധം മാത്രമാണ് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ആകെ നടന്നിട്ടുള്ളൂ, ചെറുതും വലുതുമായി 81 യുദ്ധം. അതിൽ 27 യുദ്ധമാണ് എന്റെ നേതാവ്
അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തത്. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഈ ആദർശം സ്ഥാപിക്കാൻ വേണ്ടി, മാനവികത ലോകത്ത് നിലനിർത്താൻ വേണ്ടി ഒരേ ഒരു വ്യക്തി ഉമയ്യത്ത് ഇബ്നു ഖലഫ് വ്യക്തിയെ മാത്രം കൊന്നിട്ടുള്ളൂ. നാം ചിന്തിക്കണം സഹോദരന്മാരെ, ആകെ മുസ്ലിങ്ങൾ നടത്തിയ യുദ്ധത്തിൽ 259 മുസ്ലിങ്ങളെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ആകെ മുസ്ലിങ്ങളുടെ അഡ്രസ്സിൽ പറയപ്പെടുന്ന യുദ്ധത്തിൽ 759 അമുസ്ലിങ്ങളെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഓരോ യുദ്ധത്തിനൊരുങ്ങുമ്പോഴും പുൽച്ചെടികൾ, വൃക്ഷങ്ങൾ, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, സ്ത്രീകൾ, സന്യാസിവര്യന്മാർ, അതേ ഗോവിനകങ്ങൾ, ചർച്ചുകൾ തകർത്തു പോകരുത്, ഒരൊറ്റ പുരോഹിതനെയും കൊന്നുകളയരുത്. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതം വളർത്താൻ വേണ്ടി ഇവിടെ മനുഷ്യക്കുരുതി നടന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് തന്റെ അനുയായികളോടുകൂടെ വഴി നടക്കുമ്പോൾ, അതേ എക്സ്പ്രസ് ഹൈവേയിലൂടെ നടക്കുമ്പോൾ സഹാബത്തിനെ പറഞ്ഞു, നിൽക്കൂ, വഴി മാറണം. കട്ടക്കല്ല് പഞ്ചായത്ത് റോഡിലൂടെ നടക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. എന്താ പരിശോധിക്കുമ്പോൾ ഒരു നായ പ്രസവിച്ച് കിടക്കുന്നു. നായ പട്ടിയെന്ന് എനിക്കറിയാം. ഏതാ പെണ്ണ്? അത് പ്രസവിച്ച് കിടക്കുക. അതിന്റെ കുട്ടിക്ക് പാലൂട്ടിക്കൊണ്ടിരിക്കുക. അതേ മനുഷ്യക്കുരുതി നടത്തി ബദറിലും ഉഹദിലും മനുഷ്യക്കുരുതി നടത്തി ഇവിടെ മതം സ്ഥാപിച്ചു എന്ന് വങ്കത്വം പ്രചരിപ്പിക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും അറിയണം, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് അനുയായികളെ തടഞ്ഞു നിർത്തി കട്ട റോട്ടിലൂടെ പോകാൻ നിർദ്ദേശിച്ചു. കാരണം എന്താ? ആ പട്ടി പ്രസവിച്ച് കിടക്കുന്ന നായയുടെ മക്കൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അതിനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന മുലപ്പാല് നിർത്തിവെക്കേണ്ടി വരും. അതുകൊണ്ട് അനങ്ങരുത്. വഴിമാറി സഞ്ചരിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മനുഷ്യക്കുരുതിക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല. മതങ്ങൾ ഇവിടെ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ദി എക്കണോമിക് ടൈംസ് ന്യൂസ് 2023 കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 14 അടിച്ചുവിട്ട റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. 16 കോടി 50 ലക്ഷം മനുഷ്യന്മാരെ കുരുതി വരുത്തിയിട്ടാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഉമർ ഖാദി അടക്കം പടപൊരുതിയ ഈ രാജ്യത്തിന് വേണ്ടി പൊരുതിയിട്ട് കിടക്കുന്ന ഉമർ ഖാദിയുടെ ഈ സന്നിധിയിൽ വെച്ച് പറയട്ടെ, പത്രം റിപ്പോർട്ട് ചെയ്തത് 16 കോടി 50 ലക്ഷം ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടാണ് ഭരണം സ്ഥാപിച്ചത്, മതം സ്ഥാപിച്ചതല്ല. സഹോദരന്മാരെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം ലോകത്തിന് ഏറ്റവും അനുഗ്രഹീതമായ സന്ദേശമാണ്. ഇന്നും ഉക്രൈനിലും സിറിയയിലും ലബനാനിലും അതേ ആയുധ കച്ചവടക്കാരായ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും കൂട്ടക്കുരുതികൾക്ക് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം എന്താണ്? അവർക്ക് സമാധാനം ഇഷ്ടമല്ല. അവരുടെ ആയുധം കച്ചവടം ചെയ്യണം. നബി തങ്ങൾ ആയുധ പ്രേമിയായിരുന്നില്ല. അവരുടെ കാലഘട്ടത്തിൽ ആയുധം കയ്യിൽ വെക്കാറുണ്ട്. അത് അവരുടെ സംസ്കാരമായിരുന്നു. എങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് പറഞ്ഞത്, ഇദാ മർറ അഹദുകും ഫീ മസാജിദിനാ ഔ സൂഖിനാ വമഅഹു നബലുൻ ഫൽയുംസിക് നിസാലഹാ. സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഒത്ത് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, നിങ്ങൾ പള്ളിയിലൂടെയും അങ്ങാടിയിലൂടെയും നടക്കുമ്പോൾ നിങ്ങളുടെ ആയുധത്തിന്റെ മുനക്ക് കൈവെക്കണം, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുധ കച്ചവടത്തിനോ ആയുധം ഏറ്റുമുട്ടുന്നതിനോ ഒരിക്കലും പ്രോത്സാഹനം കേട്ടില്ല. ലോകത്തിലെ ഏറ്റവും സമാധാനിയായിരുന്നു പ്രവാചകൻ. അതുകൊണ്ടാണ് തോമസ് കാർലൈൻ പറഞ്ഞത്,
ഡാർക്ക് ഏജ്, കലിയുഗമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെ ഒരിറ്റു വെളിച്ചം ലോകത്ത് പരത്താൻ നബിയുടെ ആഗമനം ആവശ്യമായിരുന്നു എന്ന് ചിന്തകന്മാർ പറഞ്ഞത് വെറുതെയില്ല. ഈ അഷ്റഫ് പക്ഷേ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് IS പോലത്തെ സലഫി സംഘടനകൾ ലോകത്ത് മഹാന്മാരെയും മഹത്തുക്കളെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ പൈതൃകം ലോകത്ത് കാണിച്ചു കൊടുക്കേണ്ട ലോക നേതാക്കന്മാരെ കൊന്നൊതുക്കിയ ഇമാം ബൂത്തിയ പോലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കൊന്നൊതുക്കിയ സലഫികളും സംഘികളുമാണ് ലോകത്ത് കുഴപ്പവും കലാപവും ഉണ്ടാക്കുന്ന കാര്യം എന്ന തിരിച്ചറിവ് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്കെങ്കിലും എനിക്കെങ്കിലും ഉണ്ടാവണമെന്ന് സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. അഹ്ലുസ് സുന്ന വൽ ജമാഅ അത് ഇസ്ലാമിന്റെ മധുരവും സുന്ദരവുമായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെന്ന സന്ദേശമാണ്. നബി തങ്ങളുടെ ജീവിതം അത് തന്നെയാണ് ദർശനം. PT ഭാസ്കര പണിക്കർ ചിന്തകനാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്ത് ഉച്ചൈസ്ത്രം പ്രഖ്യാപിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് പറയേണ്ടത് പ്രസംഗിക്കേണ്ടി വരുന്നില്ല, ക്ലാസ് എടുക്കേണ്ടിയിരുന്നില്ല. അതായിരുന്നു അവിടുത്തെ ജീവിതം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മെച്ചമായ മാതൃകയുണ്ട്. ആ മുത്തുനബിയെ സ്നേഹിച്ച രാജാവാണ് ഈ കിടക്കുന്നത്. നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. നബിയെ സ്നേഹിച്ചതിന്റെ പേരിലാണ് നമ്മുടെ കൊച്ചുമക്കൾ അങ്ങ് അയോട്ടിച്ചിറയിൽ നിന്ന് ഇതുവരെ നടന്നത്. അതുവരെയും നടന്നത്. റബ്ബേ നീ സ്വീകരിക്കണം തമ്പുരാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ നബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്കും മക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും മുഴുവൻ ജനങ്ങൾക്കും നൽകണം തമ്പുരാനെ. അർജുന്റെ കുടുംബത്തിനും ശ്രുതിയുടെ കുടുംബത്തിനും ജൻസന്റെ കുടുംബത്തിനും നീ സമാധാനം നൽകണം തമ്പുരാനെ. ഞങ്ങൾ അവരോട് കൂടെയാണ്. ഈ സന്തോഷം പങ്കെടുപ്പോഴും അർജുന്റെ പാവപ്പെട്ട അച്ഛനും അമ്മയും ഭാര്യയും കൊച്ചുമകനും വേദനയിലാണ്. റബ്ബേ നീ സമാധാനം ചൊരിയണം തമ്പുരാനെ, ചൊരിയണം തമ്പുരാനെ. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് വേണ്ടി വെള്ളം നൽകിയ അതെ നമ്മുടെ കേച്ച് റസി, അതുപോലെ തന്നെ അയ്യോട്ട് നൽകിയവര് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകി തമ്പുരാനെ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ഖൈറ് നൽകണം തമ്പുരാനെ. മരിച്ചുപോയ അലിക്കുട്ടിക്ക് ഈ മഗ്ഫിറത്തും മർഹമത്തും നൽകണം തമ്പുരാനെ. അതുപോലെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഈ ഖൈറും ബറക്കത്തും റാഹത്തും ആഫിയത്തും നൽകണം തമ്പുരാനെ. വഴിയാത്രക്കാരനായ മണ്ണാർക്കാട്ടുകാരൻ സുഹൃത്ത് ഞങ്ങൾ മറക്കില്ല. 2000 രൂപ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നടന്നു പോകുന്നതിനിടയിൽ മുത്തുനബിയോടുള്ള സ്നേഹം പങ്കുവച്ച് നൽകുകയുണ്ടായി. നീ സ്വീകരിക്കണം തമ്പുരാനെ. ഈ യോഗത്തിൽ ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങളുടെ SSFന്റെ സെക്രട്ടറിയുമായ അജ്മൽ എന്ന ചെറുപ്പക്കാരൻ 5ാം റാങ്ക് നേടി അറബിക്ക് MA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം നേടിയിരിക്കുകയാണ്. ഈ സദസ്സിൽ വെച്ച് തുണിശീലയില്ലാതെ അതെ ഷീൽഡില്ലാതെ എല്ലാവിധ ആശംസകളും എന്റെ കൊച്ചനുജന് നൽകിക്കൊണ്ട് വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ്.